SFIOയുടെ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയെ തള്ളി പറഞ്ഞ് CPI രംഗത്തെത്തിയിരിക്കുകയാണ്. അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കേസാണ്. അത് പാർട്ടി ബന്ധമൊന്നും അതിനില്ല. ഞങ്ങൾക്ക് വീണയെ മാനിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. എന്താണ് സാർ, ഈ CPMഉം CPIയും രണ്ട് തട്ടിലായോ? രണ്ട് തട്ടിലായി. നേരത്തെ ആണല്ലോ അവർ പത്തിണ്ട കോൺഗ്രസിന് ശേഷം ഒരു ഐക്യം കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. സഖ്യം, ഏകീകരണം എന്നുള്ള ആശയം ഇപ്പോഴും CPI പറയുന്നതേ ഉള്ളൂ. CPMന് അതിനോട് യോജിപ്പൊന്നുമില്ല. അതെ, CPI അങ്ങ് സ്വയം നശിച്ച് ഇല്ലാതാവട്ടെ എന്നുള്ളതാണ് അവരുടെ മനസ്സിലിരിപ്പും. അതെ, അവരുടെ രഹസ്യമായിട്ടുള്ള അജണ്ടയും അതാണ്. CPI രഹസ്യ അജണ്ട അതാണ്. അത് അല്ല പ്രശ്നം. ഇതിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയേണ്ടത് മാത്രമേ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരൻ അഥവാ ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയുള്ള വിഷയങ്ങളോട് പ്രതികരിക്കേണ്ട വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും തങ്ങളുടേതാണ് യഥാർത്ഥ ലൈൻ എന്നും EMSൻ്റെ കാലം മുതലേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ പാർട്ടിയുടെ ഒരു അംഗം പോലും അല്ലാത്ത ഒരാൾ, ഒരു കുടുംബാംഗം മാത്രമായിട്ടുള്ള ഒരാൾ ഒരു കേസിൽ, ഒരു ബൂർഷ്വാ സ്വഭാവമുള്ള കേസിൽ, ഒരു സ്വഭാവമുള്ളൊരു കേസിൽ, ഒരു ചങ്ങാത്ത മുതലാളിത്തം ഉള്ള കേസിൽ അതിൻ്റെ ജീർണതയിൽ പെട്ടുപോകുമ്പോൾ അതിനെ രക്ഷിക്കാനും പക്ഷം പിടിക്കാനുമായിട്ട് മത്സരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയുമുള്ള ഒരു പാർട്ടി കുറേ നാളായി കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് അവിടെ ഒരു കാല ബോധം നഷ്ടപ്പെട്ടതുപോലെ തോന്നും. കാരണം കമ്മ്യൂണിസം ഇങ്ങനെയല്ല. ഒരു വ്യക്തി നടത്തുന്ന ഒരു വ്യവസായം ലാഭമോ നഷ്ടമോ നടക്കട്ടെ, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട അവർ തന്നെയാണ്. ഈ മൂലധനത്തിൻ്റെ ആ നിക്ഷേപം ഇവിടെ എന്തുമായിക്കോട്ടെ, കുറഞ്ഞതായിക്കോട്ടെ കൂടിയതായിക്കോട്ടെ, മൂലധനം നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ജീർണതകളിലും അഴിമതികളിലും പെടുമെന്നുള്ളതാണ് കാൾ മാർക്സും ഏംഗൽസും എല്ലാം, ലെനിനും സ്റ്റാലിനും എല്ലാം പറഞ്ഞിട്ടുള്ളത്, മാവോയും പറഞ്ഞിട്ടുള്ളത്. ആ വ്യതിയാനങ്ങളിൽപ്പെട്ട് ഉള്ളുന്ന ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ല. അവിടെ തൊഴിലാളികൾ, പ്രോളിറ്റേറിയറ്റ്, അതാണല്ലോ പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുന്നത്, അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇടപെടേണ്ടത്. ഇത് മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മുതലാളിമാരുടെ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുക, അവരെ രക്ഷിക്കും, ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് മരണമാണത്. കമ്മ്യൂണിസത്തിൻ്റെ മണിയാണ് ഇവിടെ മുഴങ്ങുന്നത് ഇങ്ങനെയുള്ള വാദങ്ങൾക്കിടയിൽ. ഇവിടെ ആരാ? വീണ തൈക്കണ്ടി എന്ന് പറയുന്ന മുതലാളിയല്ലേ? അതെ, ഇൻവെസ്റ്റ് ചെയ്ത തുക നോക്കിയല്ലല്ലോ നമ്മൾ മുതലാളിമാരെ തീരുമാനിക്കുക. അതല്ല, ഇവിടെ മറ്റേ CMRL മുതലാളിയല്ലേ? അതെ, ശരിയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവിടെ 13.4% ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അംഗീകരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം മുതലാളിയാവാതിരിക്കുന്നില്ല. അപ്പോൾ ഈ മുതലാളിമാരുള്ള തമ്മിലുള്ള പ്രശ്നമാണ്. ആ മുതലാളിമാരുള്ള പ്രശ്നത്തിൽ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? പാർട്ടി അതിൽ അതിനെ പക്ഷം പറയുന്നത് അവർ ടാക്സ് അടച്ചു എന്നെന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇതാണോ കമ്മ്യൂണിസം? ഏത് അവിടെ തൊഴിൽ പ്രശ്നം? പക്ഷേ സാർ, ഈ CPIയുടെ ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾക്ക് വല്ല വിലയും കിട്ടുമോ LDFൽ? അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ചും അദ്ദേഹം ഈ പറയുന്നത് ഫ്യൂഡൽ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറയാൻ എന്തർഹതയാണ് സഖാവേ താങ്കൾക്കുള്ളത്? ശരിയാണ്, താങ്കളൊരു തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ്. കല്ല് അടിച്ചു പൊട്ടിക്കുന്ന തൊഴിലാളി സ്ത്രീയുടെ പുത്രനാണ് താങ്കളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. താങ്കളീ പറഞ്ഞത് ഈ മുതലാളിമാരുടെ പക്ഷം പിടിച്ച് പറയുന്നത് അതേ അവസരത്തിൽ തന്നെ ഈ കൊടിയ മഴയത്തും ഇടിമിന്നലിലും ഏറ്റുകിടക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് ഈ ആശാവർക്കർമാർ. അതല്ലാതാകുന്നില്ല. നിങ്ങളുടെ CITUവിൻ്റെ ബാനറിൽ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ തൊഴിലാളികളാവുന്നില്ല. ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സാംസ്കാരിക കൂട്ടായ്മ കൂടുകയാണ്.
തിരുവനന്തപുരത്ത് മഴ നടക്കുന്ന ഈ സമയത്ത് അവരെ തൊഴിലാളികളായിട്ട് CPM അംഗീകരിക്കുന്നില്ല എന്ന് വല്ല പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഒരു മുതലാളിയായിട്ടുള്ള വീണ തൈക്കണ്ടിയെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾ അവരുടെ വക്കീലോ? നിങ്ങളെ അതാണ്. അതുകൊണ്ട് ഈ ഒരു അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. വീണ തൈക്കണ്ടി കുറ്റക്കാരിയല്ല എന്ന് പറയാൻ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മോർ ഈക്വൽ എമംഗ് ദി ഈക്വൽസ് ആയിട്ടുള്ള MA ബേബി വരെ പറഞ്ഞിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രേരിത. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയ പ്രേരണയാണുള്ളത്? എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരണ വരുന്നത്? ബി ജെ പി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കക്ഷിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ജീർണമായിക്കൊണ്ടിരിക്കുന്ന ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ശത്രുവായിട്ട് മാറുന്നത്? നിങ്ങളെ അവര് പറയുന്നത് BJP-യെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നത് CPM ആണെന്നാണ് പറയുന്നത്. ക്യുഹോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യുക്സോട്ട് എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന വാക്ക് എന്ന് പറയുന്ന പോലെ നിങ്ങളൊരു ചുക്കുമല്ല BJP-യുടെ മുമ്പിൽ. അത് ആദ്യം മനസ്സിലാക്കുക, വിനയപൂർവ്വം സദയം മനസ്സിലാക്കുക. DMK സ്റ്റാലിൻ ചേട്ടൻ്റെ കെയർ ഓഫിൽ കിട്ടിയ 2 സീറ്റാണ് നിങ്ങളുടെ മൂലധനം. രാഷ്ട്രീയമായിട്ട് തകർന്ന് തരിപ്പണമായ പാർട്ടിയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ദയാവായ്പ കൊണ്ട് കിട്ടിയ ഒരു സീറ്റും അമ്പലങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മധുര കോൺഗ്രസിൻ്റെ വേദിയും ഒക്കെ ചുവപ്പ് പട്ടുകൊണ്ട് അലങ്കരിച്ചതുകൊണ്ട് കാര്യമില്ല. പാർട്ടിക്ക് വളർച്ച വേണം. അതില്ല. അത് കീഴോട്ട് പടവലങ്ങ പോലെ താഴോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. BJP അങ്ങനെയല്ല. നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ടും BJP ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളത് വിട്. BJP-യെ ഇല്ലാതാക്കുക എന്നുള്ള ആരൊക്കെ വിൽക്കൂ. സാർ, ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. അങ്ങ് ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം. ബിനോയ് വിശ്വം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിനോയ് വിശ്വം പണ്ട് തൊട്ടേ കമ്മ്യൂണിസം ആദർശത്തിൽ പറയുന്ന ആളാണ്. പ്രായോഗികമായി നടപ്പാക്കാൻ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന വല്യേട്ടനുള്ളത് കൊണ്ട് അതിൻ്റെ കണ്ണുരുട്ടലിലും അതിൻ്റെ ഈ വടി മൃഗശിക്ഷകനെ പോലെ അതെടുക്കുന്ന വടി, ആ വടിയുടെ പേടിയിലുമായിരുന്നു CPI ഈ കാലം വരെ. ഇപ്പോൾ ബിനോയ് വിശ്വം വന്നപ്പോൾ ആദർശശാലിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ഈ ആദർശം നടപ്പാക്കാനുള്ള മാർഗങ്ങളില്ലാതെ വിടലുന്ന ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ. വഴി കാണുന്നില്ല. അതെ, അങ്ങനെയുള്ള വഴി, ആ വടിയെ പേടിക്കുകയും കണ്ണൂരിട്ടതിനെ പേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു ഇതുവരെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ. കഴിഞ്ഞ ദിവസം യോഗം കൂടിയപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് തള്ളലായിട്ട് വന്നു. വീണ തൈക്കണ്ടിയുടെ കേസ് എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നത്? വേണ്ട. ബിനോയ് വിശ്വം പറഞ്ഞു അത് പിണറായി വിജയൻ്റെ കുടുംബകാര്യമാണ്. ഇനി പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിലുള്ളവരൊക്കെ ആയിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ കിച്ചൺ ക്യാബിനറ്റിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് CPI പറഞ്ഞത്. ഇത് പറയുമ്പോഴും ഈ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളൊന്നും ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എങ്ങനെ മിണ്ടും? കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ വർഗീസ് ജോർജിന് ആസൂത്രണ ബോർഡിൽ അംഗത്വം കൊടുത്തത്. അതുകൊണ്ടൊക്കെ തൃപ്തരാക്കി വെച്ചിരിക്കുകയാണ് അവരെയൊക്കെ. വർഗീസ് ജോർജിന് തൃപ്തിയായി. ഇടയ്ക്കിടയ്ക്ക് ഒരു മുറിവുറുപ്പ് നടത്തുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിനൊക്കെ നീ കേരളം നശിക്കാൻ വേറെ കാരണമാണ്. ഇദ്ദേഹത്തിന് ഈ പ്ലാനിംഗ് ബോർഡിലേക്ക് എന്ത് യോഗ്യതയാണ്? അല്ല, യോഗ്യത. ഈ കേരളം ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ഈ ആസൂത്രണ ബോർഡിന് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയും. അതിലെ തലമണ്ടയ്ക്കകത്ത് താമസമുള്ള ആൾക്കാർ അവിടെ ഇരിക്കണം. ഒരു പ്രൊഫസറായതുകൊണ്ടൊരു ആസൂത്രണ ബോർഡിൽ അംഗമാകും യോഗ്യതയാവുന്നില്ല. അത് ഇക്കണോമിക്സിൻ്റെ ഫീൽഡിൽ സാമ്പത്തിക രംഗത്ത് ശക്തമായിട്ടുള്ള സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾ ഇരിക്കേണ്ട സ്ഥലമാണ്. ആ കസേരയിൽ കയറി ഇയാൾ ഇരുന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഗതി അധോഗതി വീണ്ടും അധോഗതിയാവുള്ളൂ. അങ്ങനെയുള്ള അപ്പക്കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് താങ്കൾ ശരിയായിട്ട് പറഞ്ഞതുപോലെ അവരെയെല്ലാം അവർക്കത് മതി, അവർ തൃപ്തരായി. പക്ഷേ ബിനോയ് വിശ്വം കുറച്ചുകൂടി ഇപ്പോഴും എനിക്ക് തോന്നുന്നു പ്രായോഗിക കമ്മ്യൂണിസത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അദ്ദേഹവും ഇപ്പം MV ഗോവിന്ദനെ പോലെ സംസാരിച്ചേനെ. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് ആ പാർട്ടിയുടെ ഡൈക്കോട്ടമി കണ്ടില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നയമല്ല പിണറായിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഈ VS-ൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നയമല്ല ഇദ്ദേഹത്തിൻ്റെ. VS-നെ പോലൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ? എന്നിട്ടുണ്ട് ആ VS-ന് ഇളവ് കൊടുക്കാതെ നിങ്ങൾ ശിക്ഷിച്ചതെന്തിനാ? പൊളിറ്റ് ബ്യൂറോയിൽ പുറത്താക്കുകയല്ലേ നിങ്ങൾ ചെയ്ത്? എന്താ അദ്ദേഹം അഴിമതി നടക്കാത്തതുകൊണ്ടാണ്? അഴിമതി നടക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ നിങ്ങളങ്ങനെ ചെയ്തത്? ഇപ്പോൾ അഴിമതി നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് സ്തുതി പാടിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്സിലെ പോലെ. സഞ്ജയ് ഗാന്ധിയുടെ കാലത്തെ സഞ്ജയ് ഗാന്ധി ചെയ്യുന്ന എല്ലാ തെറ്റുകളും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കോൺഗ്രസ്സുകാരുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട് അവരിൽ ചിലരൊക്കെ. DK ബറോവെ അന്നല്ലേ പറഞ്ഞത് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്നുള്ള കേരളമാണ് പിണറായിയാണ് കേരളം, സൂര്യനാണ് പിണറായി, ഒരു അഴിമതി കാരണഭൂതനാണ്. അതെ, അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ കത്തിക്കരിഞ്ഞു പോകും.
തമോഗർത്തത്തിലേക്ക് പതിക്കുന്നത് പോലെ പതിച്ചു പോവുക. നാണമില്ലേ? സ്തുതികാരൻ എന്താ പറഞ്ഞിരിക്കുന്നതിൻ്റെ കനലാണ്. എന്താണ് നിങ്ങൾ എഴുതി പിടിപ്പിച്ച് പണ്ടത്തെ ഇന്ദിരാഗാന്ധിയാക്കി മാറ്റി ഇരിക്കുക, ഊതി വീർപ്പിച്ച് ഇന്ദിരാഗാന്ധിയാക്കി അതിന് അതെ പ്രാണനും കൊടുത്ത് പ്രാണപ്രതിഷ്ഠ നടത്തി വെച്ചിരിക്കുക. ഇത് കമ്മ്യൂണിസം അല്ല, ഇത് വിഗ്രഹാരാധനയാണ്. ഐഡോലാട്രി എന്ന് പറയുന്ന ആ സംഭവമാണ് നടക്കുന്നത്. അതിനെതിരായിട്ട് ഇടതുമുന്നണിയിൽ നിന്നൊരു സ്വരം, ഒരു അപസ്വരം ഉയർന്നു വന്നു. എന്തായാലും കാലത്തിൻ്റെ ഒരു കാലച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.